ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ എന്നും ചോറ് വെക്കണതാണല്ലോ. അപ്പോൾ അധികം ചോറൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തുടങ്ങിയാലോ? ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 തവി ചോറ് ഇട്ട് കൊടുക്കാം. ഇന്നുണ്ടാക്കിയ ചോറ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് ചേർത്തിട്ട് നല്ല ലൂസായിട്ട് മാവ് അരച്ചെടുക്കണ്ട കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്കത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര എടുക്കുമ്പോഴേ നല്ല കറുത്ത നിറത്തിലുള്ള ശർക്കരേനെ എടുത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ശർക്കരയാണ് ഉള്ളത്. മറ്റ് മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിലേ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഉരുക്കി എടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ശർക്കരപ്പാനിയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ചൂടായി വരുന്ന സമയത്തെ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല തൊലി കളഞ്ഞതും അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്കിപ്പം നിലക്കടലയ്ക്ക് പകരം പൊട്ടുകടലയോ മുന്തിരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്കമുന്തിരി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ നിലക്കടലയും അണ്ടിപ്പരിപ്പ് നുറുക്കിയതും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലൊക്കെ വേണമെങ്കിലും മാറ്റം വരുത്താമേ. നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നെയ്യ് ചേർക്കുമ്പോഴേ അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. ഞാൻ ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനിയിപ്പം അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച ചോറുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുകയാണ് കേട്ടോ നല്ലത്. എന്നാൽ പിന്നെ അടിയിൽ പിടിക്കുന്നുള്ള പേടി വേണ്ടല്ലോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കര പാനി കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടേ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ കുറുകി വരുന്ന സമയത്തെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. റവ ചേർത്ത് കൊടുക്കുമ്പോഴേ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ റവ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 3 ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? നല്ല മഴയാണല്ലോ അല്ലേ 2 ദിവസമായിട്ട്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ഇതിപ്പം കുറേശ്ശെ വറ്റി വരണുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അത് മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നിലക്കടലയും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചിവിടെ മാറ്റി വെക്കണ്ടേ. ഈ ഒരു കൂട്ടെ കുറേശ്ശെയായിട്ട് ഇതാ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോഴേക്ക് ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ ചോറിൻ്റെയൊക്കെ, അത് വെന്ത് വന്നതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇനിയിപ്പോൾ ഈ ഒരു പാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ പുരട്ടി കൊടുത്തതിന് ശേഷം അതെടുത്താലും മതി. കുറച്ച് വെളുത്ത എള്ളും കൂടി ഇതിലേക്ക് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നിലക്കടലയും അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്താലും മതിയേ. മിക്സ് നന്നായിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് അതൊരു ഷേപ്പാക്കി എടുക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപടി തന്നെ കോരി കഴിക്കുകയും ചെയ്യാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം മതി കേട്ടോ. പക്ഷേ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കൂട്ടക്കഥ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ എണ്ണ പുരട്ടി വെച്ച ആ കേക്ക് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു എണ്ണ പുരട്ടിയ തവിയോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ കൊണ്ടേ നന്നായിട്ടൊന്ന് അമർത്തി ഷേപ്പാക്കി എടുക്കാം. റവ എടുക്കണ സമയത്തെ വറുത്ത റവയോ അല്ലെങ്കിൽ വറുക്കാത്ത റവയോ ഏത് വേണേലും എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ വീട്ടിലെ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടല്ലോ, അതേ ചോറ് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ചോറ് കഴിക്കാൻ മടിയുള്ള വിരുദ്ധന്മാരെയൊക്കെ നമ്മൾക്ക് എങ്ങനെയും പറ്റിക്കാമേ. ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മളുടെ പലഹാരമൊക്കെ ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.